ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് നന്ദി പറയാം, ക്ഷമയും വേണമെങ്കിൽ പറയാം കേട്ടോ. അതൊക്കെ അശ്വിൻ സാറിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ അശ്വിൻ വണ്ടി നിർത്താണ്. നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയത് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ നമ്മുടെ അശ്വിൻ അങ്ങ് ഇറങ്ങിപ്പോവാട്ടോ. അപ്പോൾ ശ്രുതി തനിച്ചിരുന്ന് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് വല്ല ഗിഫ്റ്റും വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും. എങ്കിൽ എന്നോട് നല്ല വർത്താനം പറഞ്ഞിട്ട് പോയിക്കൂടെ? താനി കാട്ടുമാക്കാനാ? കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞ് അശ്വിനിരുന്ന ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി. എന്നിട്ട് ആ ഡയറി എടുത്ത് എഴുതും, ഇന്ന് നല്ല ദിവസമായിരുന്നു. അശ്വിൻ സാറിന്റെ അഹങ്കാരത്തിന്റെ കൊമ്പടിക്കാൻ എനിക്ക് പറ്റി. കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് എനിക്ക് രക്ഷിക്കാൻ പറ്റി. അപ്പോൾ അങ്ങോട്ടേക്ക് 2 ട്രാഫിക് പോലീസുകാർ വരുന്നുണ്ട്. എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ തട്ടിയിട്ട് പറയും, മാഡം ഇതൊന്ന് താഴ്ത്തു. ഇതെന്താ മാഡം ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ആണെന്ന് അറിയില്ലേ? അയ്യോ സോറി, എനിക്കറിയില്ലായിരുന്നു. മാഡം ലൈസൻസ് എടുത്താട്ടെ. അയ്യോ എനിക്ക് ലൈസൻസ് ഇല്ല. അത് കൊള്ളാലോ, ലൈസൻസ് ഇല്ലാതെയാണോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന് വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ വെറുതെ കയറിയിരുന്നേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചത്. എന്നിട്ട് അദ്ദേഹം എവിടെ? അദ്ദേഹം ഇപ്പോൾ വരും എന്ന് പറയുമ്പോഴേക്കും ആ ട്രാഫിക് പോലീസുകാർ പറയുന്നുണ്ട്, കാറിൻ്റെ ഡോറ് തുറന്നിട്ട്, മേഡം ഒന്ന് ഇറങ്ങിയേ. ഒന്നാമത് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല, പിന്നെ നോ പാർക്കിംഗ് ഏരിയയിലാണ് താനും വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാനല്ല വണ്ടി ഓടിച്ചിരിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡാ എന്ന് പറഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിൻ വരുന്നത് കാണൂട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഓടാണേ. മേഡം മേഡം എന്ന് പറഞ്ഞിട്ട് പിറകെ നമ്മുടെ ട്രാഫിക് പോലീസുകാരും പോകുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരോട് പറയും, ഇദ്ദേഹമാണ് വണ്ടി ഡ്രൈവ് ചെയ്തത്, ഞാൻ വെറുതെ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്നേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ തലയാട്ടാണ് കേട്ടോ. ഈ മാഡം പറഞ്ഞത് ശരിയാണോ സാർ? സാറാണോ വണ്ടി ഓടിച്ചിരുന്നത്? ഞങ്ങൾ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി, എന്നെ എന്തിനാ നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്നത് തെറ്റ് തന്നെയാ, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? ഞാൻ നിങ്ങളുടെ മുൻപിൽ ഏത്ത ഇടാ എന്ന് പറഞ്ഞിട്ട് ഏത്ത ഇട്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കൊച്ചു കുട്ടികളെ പോലെ ഏത്തമിട്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ നിങ്ങളുടെ മുൻപിലല്ല ഏത്തമിടുന്നത്, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാ എന്ന് പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ലൈസൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാറിനെ പോലുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയിക്കോളാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പിന്നീട് അശ്വിൻ്റെ വീട്ടിലാണെങ്കിൽ ഡോക്ടർ വരികയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അശ്വിനിപ്പോൾ അലർജിയുടെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വോയിസ് പോയിരിക്കുന്നത്. മെഡിസിൻ എടുക്കാന്ന് വെച്ചാൽ ഷുഗർ ആണെങ്കിൽ ഹൈ ലെവലാണ്. അപ്പം മെഡിസിൻ കഴിച്ചാൽ അത് ശരീരത്തെ ബാധിക്കും, അത് ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടുവൈദ്യം പരീക്ഷിക്കാം, അതല്ലേ നല്ലത് അശ്വിൻ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ തലാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശി തിപ്പല്ലിയും ചുക്കും ഒക്കെ ഇട്ടിട്ട് ഒരു കഷായം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ അമ്മായി പറഞ്ഞ പ്രകാരം. ശ്രുതിയുടെ അമ്മായി പറഞ്ഞത്, ഇത് കുടിച്ചാൽ എന്തായാലും ശബ്ദം പുറത്തേക്ക് വരും എന്ന് തന്നെയാ, ഇത് കുടിക്കുമോനെ എന്ന് പറയുമ്പോൾ അശ്വിൻ വേണ്ട വേണ്ട ഞാൻ കുടിക്കൂല എന്ന് പറയണേ. അപ്പൊ മോഹനൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ അഞ്ജലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളിപ്പോ ഇവനെ കൊണ്ട് ഇത് കുടിപ്പിച്ചേനെ. അഞ്ജലി എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോയതാണ്. ഇവൻ കുടിച്ചില്ല എന്നറിഞ്ഞാൽ അവിടെ OP ടിക്കറ്റ് ക്യാൻസലാക്കി അവളിങ്ങ് വരും. ഞാനൊന്ന് അഞ്ജലിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുമ്പോൾ, അത് വേണ്ട ഞാൻ കഷായം കുടിച്ചോളാന്ന് ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ അശ്വിൻ നോക്കുന്ന സമയത്ത് ശ്രുതി മേലോട്ട് ഇങ്ങനെ നോക്കുകയെ. പിന്നീട് അശ്വിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണിറക്കി കാണിച്ചു കൊടുക്കും കേട്ടോ. കുടുക്കി കുടുക്കി എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കും. അപ്പോഴൊക്കെ അശ്വിൻ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക കേട്ടോ ശ്രുതിയെ. പിന്നീട് ശ്രുതി മുഖം ഇങ്ങനെ ദേഷ്യഭാവത്തിൽ കുടുക്കി കുടുക്കി എന്നുള്ള ആ ഒരു ഇതിൽ കാണിക്കുകയാണ്. അവസാനം നമ്മുടെ അശ്വിനാണെങ്കിൽ കുടിക്കുകയാണ്. തുടർന്ന് നമ്മുടെ പ്രീതിയാണെങ്കിൽ മനോരമയ്ക്കുള്ള ആ ഒരു സ്പീച്ച് തയ്യാറാക്കി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എൻ്റെ മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വായിച്ച് പഠിക്കുന്നൊക്കെ ഉണ്ട്. ഏതൊരുത്തിക്കാണാവോ ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ആ സ്റ്റേജിൽ നിന്ന് പറയേണ്ടത്? അല്ല ഫസ്റ്റ് കിട്ടിയാലല്ലേ പറയേണ്ടതുള്ളൂ, അല്ല ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വായിച്ച് പഠിക്കുന്നത്. അതിൽ പ്ലഷർ എന്നുള്ള ഭാഗത്ത് പ്രഷർ എന്നാണ് വായിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പ്രീതി അങ്ങ് എത്തിയിട്ട്, ആൻറ്റി പ്രഷറല്ല പ്ലഷർ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വായിച്ചത്, പ്രഷറാണ്, എനിക്കിത് വായിക്കുമ്പോൾ പ്രഷർ തന്നെയാണ്. നീ എന്തൊരു കടുകട്ടി ഇംഗ്ലീഷ് അടി എഴുതി വെച്ചിരിക്കുന്നത്, എനിക്ക് വായിച്ച് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള കടുകട്ടി ഇംഗ്ലീഷൊക്കെ എഴുതി കൊണ്ടുവന്നത്, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറൊക്കെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയാണ് കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലെ കോമൺ ആയിട്ട് ലളിതമായിട്ട് എഴുതി കൊണ്ടുവരണം എന്ന് പറയണേ.
ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി പോയി എഴുതി കൊണ്ടുവരുന്നത് ഇംഗ്ലീഷ് മലയാളത്തിലാണ് കേട്ടോ എഴുതി കൊണ്ടുവരുന്നത്. അത് കാണുമ്പോൾ ഇതെന്താടി മലയാളത്തിൽ എഴുതി കൊണ്ടുവന്നത്, ഇംഗ്ലീഷിലല്ലേ പറയാനുള്ളത്, എന്നിട്ട് നീ എന്താ മലയാളത്തിൽ എഴുതിയിട്ട് വന്നത്? ആൻറ്റി അതൊന്ന് വായിച്ചു നോക്ക്, ആൻറ്റി നേരത്തെ വായിച്ച് പഠിച്ചത് തന്നെയാ എഴുതിയത് എന്ന് പറയുമ്പോൾ ഐ നോ ദിസ് ഈസ് മലയാളം, എനിക്ക് പറയേണ്ടത് ഇംഗ്ലീഷാണ് ആൻറ്റി പ്ലീസ് അതൊന്ന് വായിച്ചു നോക്കിക്കേ, എന്നിട്ട് എന്നെ വഴക്ക് പറയാന്ന് പറയുമ്പോൾ കാണുന്ന മലയാളം അങ്ങ് വായിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ടും നമ്മുടെ മനോരമയ്ക്ക് മനസ്സിലാവുന്നില്ല അത് ഇംഗ്ലീഷ് ആണെന്നുള്ള കാര്യം. ആർക്കാ മലയാളം മനസ്സിലാവാത്തത് എന്നും ചോദിച്ച് സ്പീഡിൽ അങ്ങ് വായിക്കുകയാണേ. പിന്നീടാണ് നമ്മുടെ മനോരമയ്ക്ക് അത് മനസ്സിലാവുന്നത്. എടി നീ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്ന് വെച്ച് മലയാളത്തിൽ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണല്ലേ, ഇത് ഞാൻ ഒരിക്കലും സഹിക്കില്ല, ദിസ് ഇസ് നോട്ട് അൺസഹിക്കബിൾ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് പറയും എടി നീ മറ്റുള്ളവരുടെ മുൻപിൽ ആളാവാൻ വേണ്ടി എഴുതി വെച്ചിരിക്കല്ലേ, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്നും പറഞ്ഞ് വഴക്ക് പറയുന്ന ഒരു രംഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്